വെൽക്കം ടു വെൽ ഫോക്കസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഇത് ആറൺ കാർട്ടറിൻ്റെ ഡെഫിനിഷനാണ്. A balance sheet is a statement prepared from the books of concern showing the debit and credit balances thereof, whether actual assets or liabilities or not, and the balance whether of capital, reserve, profit at a given date. അതായത് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗിവൻ ഡേറ്റിൽ നമ്മളെ കൺസേൺഡ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, അതായത് അസറ്റ് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, റിസർവ്, പ്രോഫിറ്റ്, ഇതിൻ്റെ എല്ലാം എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. An alternative definition is a balance sheet is a statement drawn up the end of each trading or financial period setting forth the various asset and liability of the concern at this date. അല്ലെങ്കിൽ എന്ത് പറയാം, ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. എങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്? അതായത് ഫിനാൻഷ്യൽ പീരീഡിൻ്റെ എൻഡിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അതിലെന്താണ് കൺസേണിൻ്റെ ആ ഒരു ഡേറ്റിലുള്ള അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് ആസ് എ ക്ലാസിഫൈഡ് സമ്മറി ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് എക്സിസ്റ്റിംഗ് ഇൻ ദ ലെഡ്ജർ ആഫ്റ്റർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഹാസ് ബിൻ കൺസ്ട്രക്റ്റഡ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം വരുന്ന ഡെബിറ്റ് ലെഡ്ജർ അക്കൗണ്ടിൽ വരുന്ന ബാക്കി ലെഡ്ജർ അക്കൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റ് ബാലൻസസിൻ്റെ ക്ലാസിഫൈഡ് സമ്മറിയാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയാം. This is because the balance sheet often contain items which cannot be strictly speaking be characterized either as assets or as liabilities. Then, balance sheet is a statement which keeps the position of asset and liabilities on a particular date. ഇനി നമ്മൾക്ക് ഒരു മീനിങ് ബേസിൽ പറയുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ബിസിനസ്സിൻ്റെ അസറ്റ്സിനും ലയബിലിറ്റിൻ്റെയും പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. അസറ്റ് ആർ ദ റിസോഴ്സ് ഓൺ ബൈ ദ ബിസിനസ്, ലയബിലിറ്റീസ് ദ ക്ലെയിം അഗെയിൻസ്റ്റ് ദ ബിസിനസ്. അതൊക്കെ പറഞ്ഞതാണ്. ആഫ്റ്റർ അസറ്റിംഗ് ദ നെറ്റ് പ്രോഫിറ്റ് ടു നെറ്റ് ലോസ് ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്, എ ബിസിനസ് പേഴ്സൺ വുഡ് ലൈക്ക് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. For this purpose, balance sheet is prepared which contain amounts of all the assets and liabilities of the business enterprise as on particular date. അതായത് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നെറ്റ് പ്രോഫിറ്റും ലോസും മറന്നു കഴിഞ്ഞാൽ ഒരു ബിസിനസ് പേഴ്സൺ എന്താണ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയേണ്ടതായിട്ടുള്ള ആവശ്യം വരും. സോ ആ ഒരു ആവശ്യം നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഡേറ്റിലെ ബിസിനസ്സിനുള്ള അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ലിസ്റ്റ് മീൻസ് ബാലൻസസ് കാണിച്ചത്, അതായത് അസറ്റ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കി തരും. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് പ്രിപ്പയർ ഇസ് കോൾഡ് ബാലൻസ് ഷീറ്റ് ബിക്കോസ് ഇറ്റ് ഗീവ് ദ ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് വിച്ച് ആർ സ്റ്റിൽ ദർ ആഫ്റ്റർ ദ ക്ലോഷർ ഓഫ് നോമിനൽ അക്കൗണ്ട് ബൈ ട്രാൻസ്ഫറിംഗ് ടു ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് അതിൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്? അതായത് നോമിനൽ അക്കൗണ്ട്സൊക്കെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാറ്റി ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് എവിടെ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസസ് ഓഫ് ഓൾ ദ പേഴ്സണൽ റിയൽ അക്കൗണ്ട് ഗ്രൂപ്പ്ഡ് ഇൻ ടു അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ടാണ് നമ്മൾ അസറ്റ് ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് ആർ ഷോൺ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് അസറ്റ്സ് ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റീസ് എവിടെ കാണിക്കും? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. അസറ്റ്സ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണിക്കും. What a balance sheet tells us. എന്താണ് ഒരു ബാലൻസ് ഷീറ്റ് നമ്മളോട് പറയുന്നത് എന്നുള്ളതാണ്. വാട്ട് എ ബാലൻസ് ഷീറ്റ് ടെൽസ് അസ് എ പ്രോപ്പർലി ഡ്രോൺ അപ്പ് ബാലൻസ് ഷീറ്റ് ഷുഡ് ഗീവ് എസ് ഇൻഫർമേഷൻ ഓൺ 4 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. 4 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിനെ കുറിച്ചാണ് വളരെ പ്രോപ്പർലി ഡ്രോൺ അപ്പ് ചെയ്ത ബാലൻസ് ഷീറ്റ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദ നാച്ചുറൽ ആൻഡ് വാല്യൂ ഓഫ് അസറ്റ്, അതായത് നമ്മളുടെ കയ്യിലുള്ള അസറ്റിൻ്റെ നാച്ചുറൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ വാല്യൂ എന്നുള്ളത്. സെക്കൻഡ്, ദ നാച്ചുറൽ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ ലയബിലിറ്റീസ്, നമ്മുടെ കയ്യിലുള്ള ലയബിലിറ്റി നാച്ചുറൽ എന്താണ്, എന്താണ് അതിൻ്റെ എക്സ്റ്റെൻറ്റ്, ഏത് ഒരു എക്സ്റ്റെൻറ്റ് എന്നുള്ളതാണ് സെക്കൻഡായിട്ട് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ്. തേർഡ്, നമുക്ക് എന്ത് പറഞ്ഞിരുന്നു, വെദർ ദ ഫേം ഈസ് സോൾവെൻറ്റ്, ഈ ഫേമസ് സോൾവെൻറ്റ് ആണോ എന്നാണ് അടുത്തതായിട്ട് ബാലൻസ് ഷീറ്റ് നമ്മളത് പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റ് ഇസ് വിത്ത് ദ ഫേം ഈസ് ഓവർ ട്രേഡിങ്, ഫേം ഓവർ ട്രേഡിങ് പൊസിഷനിലാണോ എന്നും കൂടി പറയുന്നുണ്ട്. ഇഫ് ദ അസറ്റ്സ് എക്സീഡ് ബൈ ദ ലയബിലിറ്റീസ്
ദ ഫേം ഈസ് സോൾവെൻറ്റ്, അതായത് ലയബിലിറ്റീസിനേക്കാൾ മുകളിൽ അസറ്റ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലയബിലിറ്റീസ് എല്ലാം കൊടുത്തീർക്കാൻ അത്ര അസറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തു പറയാം? ഫേം സോൾവെൻ്റ് ആണെന്ന് പറയാം. ദാറ്റ് ഈസ് ഏബിൾ ടു പേ ഇറ്റ്സ് ഡെപ്റ്റ് ഇൻ ഫുൾ, അതായത് നമ്മൾ ഡെപ്റ്റ് ഫുള്ളായിട്ട് അടച്ചീർക്കാനുള്ള ഒരു അസറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അസറ്റ് അതിനേക്കാൾ കൂടി നിൽക്കുമ്പോൾ നമ്മൾ ലയബിലിറ്റീസ് മൊത്തം പേ ചെയ്ത് തീർക്കാനുള്ള ഒരു സോഴ്സ് നമുക്കുണ്ട്. അതാണ് അസറ്റ് ലയബിലിറ്റിയേക്കാൾ കൂടുതൽ നിൽക്കുമ്പോൾ നമ്മൾ സോൾവെൻ്റ് ആണെന്ന് പറയുന്നതിന് കാരണം. ഇനി എ ബിസിനസ് ഈസ് therefore solvent by the amount of the capital in it, since the capital is the excess of assets over liability. അല്ല, ബിസിനസ് എന്താണ് സോൾവെൻ്റ് പറയുമ്പോൾ ക്യാപിറ്റലിൻ്റെ ബേസ് പറയും. ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ എങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താ പറയുക? ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ഈക്വൽ ടു അസറ്റ് എന്നൊക്കെ പറയുന്നത് ഓർമ്മയുണ്ടോ? Capital itself is the excess of asset over liabilities, right? The last point, number 4, concern the stability of the business. If the total of the debts due to creditors, including bank, പിന്നെ ഓവർഡ്രാഫ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, അതൊക്കെ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആണ്, ഈസ് ഗ്രേറ്റർ ദാൻ ദ ലിക്വിഡ് അസറ്റ്സ്. ക്യാഷ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ബിൽസ് ഒക്കെ നമ്മൾ ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് റെഡ്ലി അവൈലബിൾ ആയിരിക്കും. അത് പെട്ടെന്ന് ഈസിലി നമുക്ക് ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് എന്നൊക്കെ പറയുന്നത്. ദ പൊസിഷൻ ഓഫ് ദ ഫേം ഫിനാൻഷ്യലി അൺസൗണ്ട്, അതായത് നാലാമത്തെ പോയിന്റ്, ഈ ഫേം ഓവർ ട്രേഡിംഗ് ആണോ എന്ന് പറയുന്നത് കാണിക്കുന്നത് ബിസിനസ് സ്റ്റേബിൾ ആണോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള ഒരു ഓക്കെ. If the total of the debts due to creditors is greater than the liquid assets, the position of the firm is financially unsound. അതായത് ക്രെഡിറ്റേഴ്സ് എന്താണ്? ക്രെഡിറ്റേഴ്സ് ഒരു ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ഓവർഡ്രാഫ്റ്റും അങ്ങനെയൊക്കെ വരുന്ന കറണ്ട് ലയബിലിറ്റീസിനെയാണ് നമ്മളെ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ വാല്യൂ എന്നുള്ളത് നമ്മളുടെ കയ്യിലുള്ള ലിക്വിഡ് അസറ്റ് അല്ലെങ്കിൽ കറണ്ട് അസറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്താ അർത്ഥമാക്കുന്നത്? അതെ, നമ്മളെ കയ്യിലെ റിസോഴ്സ് എന്തല്ല, ആ ഒരു ക്രെഡിറ്റേഴ്സിൻ്റെ ക്ലെയിം തീർക്കാൻ മാത്രം എന്തിനില്ല, വರ್ತല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ഫിനാൻഷ്യലി അൺസൗണ്ടാണ്, നല്ല രീതിയിലല്ല പോകുന്നത് എന്നാണ് അത് കാണിക്കുന്നത്. ബാലൻസ് ഷീറ്റ് നോക്കുക, നമുക്ക് കറക്റ്റായിട്ട് അസറ്റും ലയബിലിറ്റി പൊസിഷൻസും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അസറ്റാണോ ലയബിലിറ്റി ആണോ എന്ത് ഗ്രേറ്ററായി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ വേർ ഡെബ്റ്റ്സ് ആർ ബീയിങ് കോൺട്രാക്റ്റഡ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് മീൻസ് ഓഫ് പേയ്മെൻറ്റ്, ദ ഫേം ഈസ് സെറ്റ് ടു ബി ഓവർ ട്രേഡിംഗ്. ഓക്കെ, നമ്മൾ ഡെറ്റിലാണ് ചെയ്യുന്നത്, പക്ഷേ സഫിഷ്യൻറ്റ് മീൻസ് ഓഫ് പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്ത് പറയാം? ഫേം എന്താണ് ഓവർ ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഫോർ ദ പൊസിഷൻ ടു ബി ക്വൈറ്റ് സൗണ്ട്, ദർ ഷുഡ് ബി സം വർക്കിംഗ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് സം സ്പെയർ ലിക്വിഡ് അസറ്റ് അവൈലബിൾ കറണ്ട് എക്സ്പെൻഡിച്ചർ. പിന്നെ ഈ ഒരു ബിസിനസ്സിൻ്റെ പൊസിഷൻ സൗണ്ട് ആവണമെന്ന് നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ എന്തായിരിക്കണം? അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് കറണ്ട് എക്സ്പെൻഡിച്ചറിന് മീറ്റ് ചെയ്യാനുള്ള കുറച്ച് ക്യാപിറ്റൽ അല്ലെങ്കിൽ സം സ്പെയർ ലിക്വിഡ് അസറ്റ്സ് ബിസിനസ്സിൽ അവൈലബിൾ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ബിസിനസ് ഇസ് ഫിനാൻഷ്യലി സൗണ്ട്. ഇറ്റ്സ് നോട്ട് വൈസ് ടു ലോക്ക് അപ്പ് ദ ക്യാപിറ്റൽ ആൻഡ് ഫിക്സഡ് അസറ്റ്. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഫേം മസ്റ്റ് ഇവൻച്വലി റിസോർട്ട് ടു ലോൺസ്, ദ ഇൻട്രസ്റ്റ് ഓൺ വിച്ച് അബ്സോർബ്സ് ദ പ്രോഫിറ്റ്. ദ കൺസേൺ മേ ദെർഫോർ ബി സോൾവെന്റ് വിത്തൗട്ട് ബീങ് സൗണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ത് ചെയ്ത് ഫിക്സഡ് അസറ്റ് ലോക്ക് ചെയ്ത് വെക്കരുത്. ഫിക്സഡ് അസറ്റിൽ നമ്മൾ ക്യാപിറ്റൽ മൊത്തം ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യാനും അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് ബൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തത്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ക്യാപിറ്റൽ എന്ത് ചെയ്തു? അതോടെ തീർന്നു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ലോൺ എടുക്കേണ്ടി വരും. സോ നമുക്ക് വരുന്ന പ്രോഫിറ്റ് മൊത്തം ഇൻട്രസ്റ്റ് അടിച്ച് തീരും. ഓക്കെ, സോ ഫിക്സഡ് അസറ്റിൽ നമ്മളെ ക്യാപിറ്റൽ ലോക്ക് ചെയ്ത് വെക്കാതെ കുറച്ചൊരു വൈബിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഫിക്സഡ് അസറ്റ് എന്ത് ചെയ്യില്ല, നമുക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഒന്നും ലഭിക്കത്തില്ലല്ലോ. സോ ദ കൺസേൺ ദെർഫോർ ബി സോൾവെന്റ് വിത്തൗട്ട് ബീങ് സൗണ്ട്. Then difference between a trail balance and balance sheet. A trail balance is a list of all ledger balance, not only assets and liability but also gains and losses. A balance sheet is a list of part only of the ledger balances, that is those remaining after the profit and loss items have been dealt with the assets and liabilities. Trail balance എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ലെഡ്ജർ ബാലൻസിൻ്റെ ലിസ്റ്റാണ്. അതിൽ അസറ്റും ലയബിലിറ്റി മാത്രമല്ല ഗെയിനും ലോസും ഒക്കെ ഉണ്ടാവും. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്താണ്? ലെഡ്ജർ ബാലൻസിലെ വളരെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ് അസറ്റും ലയബിലിറ്റീസ് കാണിക്കുന്നത്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിലോട്ടുള്ള ഐറ്റംസ് എല്ലാം ബാക്കി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അസറ്റും ലയബിലിറ്റീസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ബാലൻസ് ഷീറ്റ്. എന്തിനു വേണ്ടി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു? നീഡ് ഫോർ പ്രിപ്പയറിങ് ബാലൻസ് ഷീറ്റ്. എന്തിനു വേണ്ടി നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? നീഡ് ഫോർ പ്രിപ്പയറിങ് ബാലൻസ് ഷീറ്റ്
The purpose of preparing balance sheet are as follows. First one, the main purpose of preparing a balance sheet is to ascertain the true financial position of the business at a particular point of time. ആ ഒരു particular point of timeൽ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. Then it helps in comparing the cost of various assets of the business, just amount of closing stock, amount due for debtors, amount of fictitious asset, etc. Moreover, as asset and liability of similar nature grouped present in balance sheet, a comparative study of this asset and liability is facilitated to help in comparing the various liabilities of the business. എന്താണ്, വേരിയസ് അസറ്റിനെയും വേരിയസ് ലയബിലിറ്റീസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് വി ക്യാൻ കമ്പയർ ഇറ്റ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ലയബിലിറ്റീന് അസറ്റിൻ്റെ സിമിലർ നാച്ചുറൽ, അതായത് കറണ്ട് ലയബിലിറ്റീസ് കറണ്ട് അസറ്റ്സ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. എന്തിനാണ് നമ്മൾ ഫിനാൻഷ്യലി സൗണ്ടാണ് പോകുന്നത്. പിന്നെ എന്താണ് കറണ്ട് അല്ലാത്ത ഫിക്സഡ് അസറ്റും ഫിക്സഡ് ലയബിലിറ്റീസ് കറണ്ട് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവെൻ്റ് ആണോ എന്നുള്ള പൊസിഷൻ എന്നുള്ളത്. ഇങ്ങനെ കമ്പയറിങ് എന്തിനു പറ്റും, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ സാധിക്കും. Then it helps in finding out the solvency positions of the firm. The firm's solvency position is favorable if the asset exceeds the external liabilities. The firm's solvency position is not favorable if external liabilities exceed the asset. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിൻ്റാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് എന്നാണ് അടുത്ത് നോക്കാനുള്ളത്. ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഫൈനൽ അക്കൗണ്ടിൻ്റെ പാർട്ടുണ്ട്. മൊത്തം നമ്മളെങ്ങനെ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണ്, ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് ഇസ് എ പാർട്ട് ഓഫ് ഫൈനൽ അക്കൗണ്ട്. ഹൗവർ ദ ബാലൻസ് ഷീറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് നോട്ട് എൻ അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ് ഒരു അക്കൗണ്ട് അല്ല, അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇറ്റ് ഹാസ് നോ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് സെറ്റ് ആസ് മച്ച് ദ വേർഡ്സ് ടു ബൈ ആർ നോട്ട് യൂസ്ഡ് ബിഫോർ ദ നൈംസ് ഓഫ് അക്കൗണ്ട് ഷോൺ ദെയറിൻ. ഇപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ എഴുതുമ്പോൾ ടു ബൈ എന്നൊക്കെ എഴുതും. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ടു എന്നോ ബൈ എന്നോ അങ്ങനത്തെ പ്രിഫിക്സോ സഫിക്സോ ഒന്നും ചേർക്കത്തില്ല. ബാലൻസ് ഷീറ്റ് എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇറ്റ്സ് നോട്ട് എൻ അക്കൗണ്ട്. A balance sheet is a summary of the personal and real account which show balances. Personal and real account having debit balance as shown on the right hand side known as asset side, whereas personal and real account having credit balance as shown on the left side known as liability side. Balance sheet എന്താണ്, പേഴ്സണൽ real account ഒരു സമ്മറി ആണ്. ബാലൻസസ് ഉള്ളതുണ്ട്. ഓക്കെ, അപ്പോൾ ഏതിനൊക്കെ തന്നെ ഈ പേഴ്സണൽ റിയൽ അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉള്ളത് അത് അസറ്റ്സ് അഥവാ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതും. ഇനി ഏതിനൊക്കെയാണോ ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത് അത് ലയബിലിറ്റീസ് അഥവാ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതും. ദ ടോട്ടൽസ് ഓഫ് ദ ടു സൈഡ്സ് ഓഫ് ബാലൻസ് ഷീറ്റ് മസ്റ്റ് ബി ഈക്വൽ. ഈ രണ്ട് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ എന്നുള്ളത് ഈക്വൽ ആയിരിക്കണം. ടാലി ആയിരിക്കണം. ഇവിടെ ബാലൻസിങ്ങോ വേറൊന്നുമില്ല, ടാലി ആയിരിക്കണം. ഇഫ് ദ ടോട്ടൽസ് ആർ നോട്ട് ഈക്വൽ ഇറ്റ് ഇൻഡിക്കേറ്റ് എക്സിസ്റ്റൻസ് ഓഫ് എറർ. അത് ഈക്വൽ അല്ലെങ്കിൽ അവിടെ എന്താണ്, എന്തോ ഒരു എറർ സംഭവിച്ചുള്ളത് ഉറപ്പാണ്. ഇനി സാറ്റിസ്ഫൈ ദ അക്കൗണ്ടിങ് ഇക്വേഷൻ, ദാറ്റ് മീൻസ് അസറ്റ്സ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്നുള്ളൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ബാലൻസ് ഷീറ്റ് വരുന്നത്. അതായത് ബാലൻസ് ഷീറ്റിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ്സ് അഥവാ അസറ്റും ലയബിലിറ്റീസും ഈക്വൽ ആയിരിക്കണം. അതർവൈസ് ദർ ഇസ് സം എറർ ഹാപ്പൻഡ് എന്നുള്ളതാണ്. ഓക്കെ, ഡുവൽ ആക്സെപ്റ്റ് കോൺസെപ്റ്റ് ആണ്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. Then balance sheet is prepared on particular date and not for a fixed period. It discloses the financial position of a business on a particular date. It gives the balances only for the date on which it is prepared. ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലോട്ടല്ല, ഒരു പെർട്ടിക്കുലർ ഡേറ്റിലോട്ടാണ്. അപ്പോൾ പെർട്ടിക്കുലർ ഡേറ്റിലോട്ടിൽ വരുന്ന ഫിനാൻഷ്യൽ പൊസിഷൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബാലൻസ് ഷീറ്റ് ഡിസ്ക്ലോസ് ചെയ്യുള്ളൂ. ആദ്യം എന്നാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഡേറ്റിലുള്ള ഇൻഫർമേഷൻസ് മാത്രം. ഓക്കെ, ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് അക്കോർഡിംഗ് ടു ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ദെൻ എങ്ങനെയാണ് നമ്മളിതിൽ ബാലൻസ് ഷീറ്റിൽ അസറ്റിന് ലയബിലിറ്റിന് കാണിക്കേണ്ടതെന്നൊക്കെ ഉണ്ട്. അതിനൊക്കെ ഓരോ ഇതുണ്ട്, നമുക്ക് പറഞ്ഞുതരാം. അതിനാണ് ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പിംഗ് ആൻഡ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ബാലൻസ് ഷീറ്റ്. The asset and liability shown in the balance sheet are grouped and presented in a particular order. നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റിനെയും ലയബിലിറ്റിനെയും ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് പ്രസൻറ്റ് ചെയ്യുക. ഒരു പെർട്ടിക്കുലർ ഓർഡറിലാണ് അതിനെ പ്രസൻറ്റ് ചെയ്യുക. ദി ടൈം ഗ്രൂപ്പിംഗ് മീൻസ് ഷോയിങ് ദ ഐറ്റംസ് സിമിലർ നാച്ചർ അണ്ടർ കോമൺ ഹെഡിങ്. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ നാച്ചർ അല്ലെങ്കിൽ സിമിലർ നാച്ചർ ഉള്ളവയെ നമ്മളിതൊരു കോമൺ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ കാണിക്കുന്നതിനാണ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് മീൻസ് ഷോയിങ് ദ ഐറ്റംസ് സിമിലർ നാച്ചർ അണ്ടർ കോമൺ ഹെഡ്. ഫോർ എക്സാമ്പിൾ, ദ എമൗണ്ട് ഡ്യൂ ഫ്രം വേരിയസ് കസ്റ്റമർ വിൽ ഷോൺ അണ്ടർ ദ ഹെഡ് സൺട്രി ഡെറ്റേഴ്സ്. Similarly, under the head current asset, the balance of cash, bank, debtors, stock and other current asset will shown. ഇപ്പോൾ കറണ്ട് അസറ്റ്സ് എഴുതുന്നു, അതിൽ കറണ്ട് അസറ്റുള്ള ക്യാഷ്, ബാങ്ക്, ഡെക്ടേഴ്സ്, സ്റ്റോക്കൊക്കെ അതിൻ്റെ ഇതിൽ ഗ്രൂപ്പ് ചെയ്തിട്ട് അതൊക്കെ കറണ്ട് അസറ്റിൽ സിമിലർ നാച്ചുറൽ വരുന്നത്. അങ്ങനെ കോമൺ ഹെഡ് കറണ്ട് അസറ്റ് എന്നൊരു കോമൺ ഹെഡിൽ എഴുതുന്നു. ദിസ് ഇസ് നോൺ ആസ് ഗ്രൂപ്പിംഗ്. ഗ്രൂപ്പിംഗ് എന്താണ്, ഷോയിങ് ദ ഐറ്റംസ് സിമിലർ നാച്ചുറൽ ഉണ്ട് വൺ കോമൺ ഹെഡ്.
അണ്ടർ കോമൺ ഹെഡ്. ദെൻ മാർഷലിംഗ് എന്താണ്? മാർഷലിംഗ് as an arrangement of various assets and liabilities in a proper order. മാർഷലിംഗ് എന്ന് പറഞ്ഞാൽ വേരിയസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനെ പ്രോപ്പർ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. മാർഷലിംഗ് ഈസ് അറേഞ്ച്മെൻറ്റ് ടു വേരിയസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ എ പ്രോപ്പർ ഓർഡർ. മാർഷലിംഗ് നമുക്ക് രണ്ട് ബേസിസിലാണ് വരുന്നത്. ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് വൺ, ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി, according to this method, an asset which is most easily convertible into cash, that is cash in hand, is shown first. Then will follow those assets which are comparatively less easily convertible, so that least liquid asset, that is goodwill, is shown last. In the same way, the liabilities which are to be paid at the earliest will be shown first. In other words, the current liabilities are shown first, then the fixed long liabilities, and finally the proprietor's capital. അപ്പോൾ ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റിയാണ് നമ്മൾ മാർഷലിങ്ങിൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് എന്ത് കാണിക്കും? ഏറ്റവും ഈസിലി അസറ്റ് സൈഡിൽ ഏറ്റവും ഈസിലി ക്യാഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഫസ്റ്റ് ചെയ്തത്, ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്തും. പിന്നെ അങ്ങനെ ഇങ്ങനെ ഏതാണ് വേഗം കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് കറണ്ട് അസറ്റ്സ് ഒക്കെ ഫസ്റ്റ് ചെയ്തു, പിന്നെ ഫിക്സഡ് അസറ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ഏറ്റവും നമുക്ക് ഡിഫിക്കൽട്ട് ചെയ്താൽ കൺവേർട്ട് ചെയ്യാൻ ക്യാഷിലോട്ട് ഗുഡ് വില്ല്, അങ്ങനെ ഗുഡ് വില്ല് ചെയ്തു. ലയബിലിറ്റി സൈഡ് ആണെങ്കിലും ഈസിലി നമ്മൾ ഏറ്റവും ഫസ്റ്റ് പേ ചെയ്യേണ്ടതാണോ അത് ഫസ്റ്റ് ചെയ്തു. അതായത് കറണ്ട് ലയബിലിറ്റീസ് എല്ലാം ഫസ്റ്റ് ചെയ്തു. അങ്ങനെ കറണ്ട് ലയബിലിറ്റീസ് ചെയ്തതിന് ശേഷം മാത്രം ഫിക്സഡ് ലയബിലിറ്റീസ് ചെയ്തു, പെർമനൻറ്റ് ലയബിലിറ്റീസ് ചെയ്തും. അതാണ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അസറ്റ് ഏതാണ്? പെർമനൻറ്റ് അസറ്റ്സ് ഫസ്റ്റ് എഴുതും, ഗുഡ് വില്ലാണ് ഫസ്റ്റ് എഴുതുക, പിന്നെ അങ്ങനെ അങ്ങനെ വന്നു ക്യാഷ് ഇൻ ഹാൻഡ് ലാസ്റ്റ്. അതുപോലെ തന്നെ മറ്റേത് നമ്മൾ ലയബിലിറ്റി സൈഡിൽ എന്ത് എഴുതി? ഫസ്റ്റ് കറണ്ട് അസറ്റ് ആയിട്ട് ലാസ്റ്റ് ക്യാപിറ്റൽ. ഇതിൽ ക്യാപിറ്റൽ ഫസ്റ്റ് എഴുതും, അങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ആയിരിക്കും എന്ത് കറണ്ട് ലയബിലിറ്റീസ് എല്ലാം എഴുതുന്നത്. അതാണ് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് എന്ന് പറയുന്നത്. Joint stock companies are required under the companies are to prepare their balance sheet in the order of permanence. Joint stock companies ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മോസ്റ്റ്ലി ഫോളോ ചെയ്യുന്നത് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആണ്. അതായത് ഫസ്റ്റ് കറണ്ട് അസറ്റ്, ദെൻ ഫിക്സഡ് അസറ്റ്, അങ്ങനെയാണ്. ദെൻ മെത്തേഡ്സ് ഓഫ് ഡ്രാഫ്റ്റിംഗ് ബാലൻസ് ഷീറ്റ്. ഏതൊക്കെ മെത്തേഡിലാണ് ബാലൻസ് ഷീറ്റ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്? രണ്ട് ഫോമിലാണ് ബാലൻസ് ഷീറ്റ് ഡ്രാഫ്റ്റിംഗ് വരുന്നത്, ഹൊറിസോണ്ടൽ ഫോം ആൻഡ് വെർട്ടിക്കൽ ഫോം. ഹൊറിസോണ്ടൽ ഫോം അസറ്റ് ആർ ഷോൺ ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് ലയബിലിറ്റി ആർ ഷോൺ ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. നമ്മൾ ഹൊറിസോണ്ടൽ ഫോം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കി നോക്കൂ, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഏതാണ് നോക്കി നോക്കൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് ഏതാ വരുന്നത്? അസറ്റാണ് വരുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റാണ് വരുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റ് കാണിക്കും, പിന്നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റീസ് കാണിക്കും. ഇതെന്താണ്? ഇത് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിരിക്കുന്നു. ഇത് പിന്നെ ടാൻജിബിൾ അസറ്റ്, പിന്നെ ഒരു അടിയിലാണ് കറണ്ട് അസറ്റ്. ഈ കറണ്ട് അസറ്റ്സ് ഒക്കെ ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കണം. കാരണം കറണ്ട് അസറ്റ്സ് ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ്, കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഐറ്റംസാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ. അതുപോലെ ലയബിലിറ്റീസും ഇതിൽ ക്യാപിറ്റൽ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ആഡ് നെറ്റ് പ്രോഫിറ്റ് ടു നെറ്റ് ലോസ്, ലെസ് ഡ്രോയിങ്സ്, റിസർവ്സ് ഒക്കെ എന്താണ്? ലോങ് ടേം വരുന്നതാണ്, ലോങ് ടേം ലോൺസ്. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, ഐറ്റംസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ലയബിലിറ്റി സൈഡ്, ഇത് അസറ്റ് സൈഡ്. ഇനി വെർട്ടിക്കൽ ഫോം എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരു ഇതിൽ തന്നെ കാണിക്കുകയാണ്. ഇതാണ് വെർട്ടിക്കൽ സൈഡ്. എന്നാൽ ഹെഡിങ് നമുക്ക് ബാലൻസ് ഷീറ്റ് ഓഫ് ആരുടെയാണോ ആസ് ഓൺ ഏത് ഡേറ്റിലാണോ കാണിക്കുക. ഇവിടെ കറണ്ട് അസറ്റ് ആദ്യം കാണിക്കുന്നു, ടോട്ടൽ കറണ്ട് അസറ്റ് ഇതിൽ കയറുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ടോട്ടൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ്, ദെൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിക്സഡ് അസറ്റൊക്കെ ആഡ് ചെയ്യുന്നു, നെറ്റ് അസറ്റിലോട്ട് എത്തുന്നു. അങ്ങനെയാണ് ഈ വെർട്ടിക്കൽ ഫോം നമ്മൾ മോസ്റ്റ്ലി ഫോളോ ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഫോമാണ്. അതിൽ തന്നെ ഇതാണ് ഹൊറിസോണ്ടൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബാലൻസ് ഷീറ്റ്. ഇത്രേ പറയാനുള്ളൂ. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഫേമിൻ്റെ അസറ്റ് ലയബിലിറ്റീസിൻ്റെ പൊസിഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ, നമ്മുടെ കമ്പനി സോൾവൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ, ഫിനാൻഷ്യലി സൗണ്ട് ആണോ, നമ്മുടെ കമ്പനിക്ക് ഡേറ്റ്സ് പേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ
എന്താണ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഗ്രൂപ്പ് ചെയ്യും. സിമിലർ നാച്ചുറൽ ഉള്ളവയെ ആ ഒരു കോമൺ ഹോട്ടിലോട്ട് ഗ്രൂപ്പ് ചെയ്യും. പിന്നെ മാർഷലിംഗ് എന്ന് പറയുമ്പോൾ ഏത് ഓർഡറിലാണ് നമ്മൾ ചെയ്യുന്നത്, അതായത് ആ ഗ്രൂപ്പ് ചെയ്ത അഡ്ജസ്റ്റ് നമ്മൾ പ്രോപ്പർ ഓർഡറിൽ ചെയ്യുന്നതാണ് പറയുന്നത്. മാർഷലിംഗ് ഇസ് അറേഞ്ച്മെൻറ്റ് ഓഫ് വേരിയസ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസിന് പ്രോപ്പർ ഓർഡർ എന്നുള്ളതാണ്.